നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EFL കപ്പിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോറന്റോ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. എന്താണ് യുണൈറ്റഡിന്റെ ഹോമിൽ സംഭവിക്കുന്നത്? ഒരു പിടിയില്ല. എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മത്സരം ജയിക്കുക, അടുത്ത മത്സരം സമനില, അതിനടുത്ത മത്സരം മറ്റൊരു തോൽവി, ഇങ്ങനെ സർക്കിളായിട്ട് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഹോമിൽ വെച്ച് ബാഴ്സലിക്കെതിരെ 7-0 ഒരു കിടിലം വിക്ടറി യുണൈറ്റഡ് നേടിയിട്ടുണ്ട്. ആ പെർഫോമൻസിന്റെ 7 അയലത്ത് പോലും എത്താത്ത ഒരു പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. ഈ ഒരു ഡിഫറൻസ് ആണ് യുണൈറ്റഡിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 19ഓളം ചാൻസുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. സിക്സേക്ക് ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. മെഗ്വർക്ക് ചാൻസ് കിട്ടി. ഫസ്റ്റ് ഹാഫിൽ ക്രിസ്റ്റ്യൻ എറിക്സന്റെ ഒരു കിടിലം ഷോട്ടോടെ 1-0 ലീഡിലേക്ക് യുണൈറ്റഡ് എത്തുകയും ചെയ്തു. എന്നാൽ ഇത് മുതലാക്കാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഒബ്വിയസ് ആയിട്ട് മറ്റു ടീമിനെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ 5ഓളം ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ജയിച്ചത്. ആർസണൽ 5 അടിച്ചു, ലിവർപൂൾ 5 അടിച്ചു, ചെൽസി 5 അടിച്ചു. ആ സമയത്താണ് യുണൈറ്റഡ് 1-1 സമനില വഴങ്ങുന്നത്. കിട്ടിയ ചാൻസുകൾ ഒരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ കൺവേർട്ട് ചെയ്യാൻ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ 1-0 ലീഡ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടും ആ ഗോൾ നില ഉയർത്തിക്കൊണ്ട് ഒരു 3-ലേക്കോ 4-ലേക്കോ പോവാൻ അവർക്ക് കഴിഞ്ഞില്ല. പല ക്ലിയർ കട്ട് ചാൻസുകളും മിസ്സായത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ഓപ്പോസിഷൻ 1-2 ചാൻസുകൾ കിട്ടും. അവർ ക്ലിനിക്കലായി കഴിഞ്ഞാൽ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. വാൻബർഗന്റെ ഒരു കിഡിലൻ ഡ്രിബിളിങ്ങും റണ്ണും നമ്മൾ കണ്ടു. പുള്ളി സ്വന്തം ഹാഫിലെ ഗോൾ പോസ്റ്റിൽ നിന്ന് ബോൾ റിട്രീവ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. 3 പേരെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ പോസ്റ്റ് വരെ എത്തി. അവിടെ വെച്ചിട്ട് പുള്ളി ടാക്കിൾ ചെയ്യപ്പെട്ടു. പക്ഷേ ആ കിട്ടിയ ബോള് ക്രിസ്റ്റ്യൻ എറിക്സന് കൺട്രോൾ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മറ്റൊരു മണ്ടത്തരാണ്. പോസ്റ്റിനകത്ത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ബോൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ടത്. പക്ഷേ ലാമസ് വളരെ കൃത്യമായിട്ട് ഒരു സോഫ്റ്റ് ടച്ചോടെ ബോൾ റിക്കവർ ചെയ്തു. കിടില ഫിനിഷോടെ ഒനാനെ കബളിപ്പിച്ചുകൊണ്ട് അവർ 1-1 സ്കോറിലേക്ക് എത്തുകയും ചെയ്തു. ഒനാന ആ പാസ് കൊടുക്കുമോ എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ ബോൾ വളരെ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കാൻ ലാമേഴ്സിന് സാധിക്കുകയും ചെയ്തു. പിന്നീട് ബ്രൂണോ ഫെർണാണ്ടസിന് ചാൻസ് കിട്ടി. ഗർണാച്ചോക്ക് 1-2 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞില്ല. കളി അവസാനിക്കുമ്പോൾ 1-1 സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ മിഡ്ഫീൽഡൊക്കെ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ സെറ്റ് ആവാൻ സമയമെടുക്കുന്നൊക്കെ ഒരു ആർഗ്യുമെന്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷെ എന്തൊക്കെ ആർഗ്യുമെന്റ് വെച്ചാലും ഇപ്പോൾ ഡച്ച് ടീമിനെതിരെ കമ്പാരിറ്റീവ്ലി വീക്കർ ആയിട്ടുള്ള ഓപ്പോസിഷനെതിരെ ഹോമിൽ വെച്ച് കളിക്കുമ്പോൾ ഒരു മിനിമം എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ ടെന്നാഗിനും ടീമിനും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇവിടെ പ്ലേയേഴ്സിനെ കുറ്റം പറയണോ അല്ലെങ്കിൽ ടെന്നാഗിന്റെ ടാക്ടിക്സിനെ കുറ്റം പറയണോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ടെന്നാഗിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പോസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്നാൽ പ്ലേയേഴ്സിന്റെ പല പോരായ്മകളെ പറ്റിയും ചില ഫാൻസ് എടുത്തു പറയുന്ന സിറ്റുവേഷനും ഈ അടുത്തുണ്ടായിട്ടുണ്ട്. ഇപ്പൊ റാഷ്ഫോർഡിനെ പറ്റിയിട്ട് പലതും പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പൊ സിക്സി വന്നതിന് ശേഷം അധികം മത്സരങ്ങൾ കളിക്കാൻ പുള്ളിക്ക് അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ ടെന്നാഗ് ടാക്ടിക്കലി ഇതുപോലുള്ള മത്സരങ്ങളിൽ ഡോമിനേറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ജയിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൂഷ്യൽ സീസൺ ആണ്. വീക്കെൻഡിൽ സ്പേഴ്സിനെതിരെ മത്സരം വരുന്നുണ്ട്. ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത ഒരു മത്സരമായിരിക്കും. കാരണം നമുക്കറിയാം അറ്റാക്കിംഗ് വൈസ് വളരെ കൃത്യമായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീം തന്നെയാണ് സ്പേഴ്സ്. ഇപ്പൊ കൗണ്ടർ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പേഴ്സിന്റെ ഡിഫൻസ് വളരെ വീക്കായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് യുണൈറ്റഡ് പോകുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.